എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമായി വരുന്നത് അവരുടെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ്. ആദ്യകാലത്ത് ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ആധാറിൽ ചേർത്ത ഫോൺ നമ്പർ നമ്മുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ പഴയ ഫോൺ നമ്പറോ ആയിരിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ആധാർ ഓതൻറ്റിക്കേഷൻ കൂടുതലായി വരുന്ന സാഹചര്യത്തിൽ ഈ ഫോൺ നമ്പർ വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴുള്ള ഫോൺ നമ്പർ ആധാറിൽ എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണ മൈ ആധാർ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ ആധാറിലെ ചില വിവരങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും മാത്രമേ നിലവിൽ ഓൺലൈനായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുവാൻ ഓൺലൈനായിട്ട് സാധിക്കില്ല. നമ്മുടെ അടുത്തുള്ള ആധാർ ഓഫീസുമായി തന്നെ ബന്ധപ്പെട്ടാൽ മാത്രമേ ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഫോട്ടോയോ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫിംഗർ ഓതൻറ്റിഫിക്കേഷൻ നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലോ ആധാർ സേവാ കേന്ദ്രത്തിലോ പോയാൽ നമുക്ക് ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ആധാർ സേവാ കേന്ദ്രം ഏതെന്ന് കണ്ടുപിടിക്കുക. ചിലപ്പോൾ അത് അക്ഷയ കേന്ദ്രം ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ടും നിങ്ങൾ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.